Hi friends, today I am going to discuss relational algebra in DBMS. റിലേഷണൽ ആൾജിബ്രയിലെ പ്രധാനപ്പെട്ട കുറച്ച് ഓപ്പറേഷൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ ഓപ്പറേഷനാണ് സെലക്ട് ഓപ്പറേഷൻ. സെലക്ട് ഓപ്പറേഷൻ സെലക്ട് ടപ്പിൾസ് ഫ്രം റിലേഷൻ ദാറ്റ് സാറ്റിസ്ഫൈ എ ഗിവൺ കണ്ടീഷൻ. തന്നിരിക്കുന്ന കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ പറ്റുന്ന ഏതാണോ ആ റോ ടപ്പിള് അത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഐറ്റം, നെയിം, പ്രൈസ്. ഐറ്റം എന്നാണ് ടേബിളിൻ്റെ പേര്. ഇതിലൊരു 5 ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതിലെ കണ്ടീഷൻ എന്താണ്? സിഗ്മ പ്രൈസ് ഗ്രേറ്റർ ദാൻ 15. അതായത് സെലക്ട് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് സിഗ്മ എന്നാണ്. അപ്പോൾ 15ൽ കൂടുതൽ പ്രൈസ് വരുന്ന ഐറ്റംസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ചതിൽ നോക്കിയാൽ അറിയാം 16, 17 അത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സെലക്ട് ഓപ്പറേഷൻ വഴി കിട്ടിയ റിസൾട്ട്. ഇതാണ് സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രൊജക്റ്റ് ഓപ്പറേഷൻ ആണ്. പ്രൊജക്റ്റ് ഓപ്പറേഷൻ പറയുന്നത് തന്നിരിക്കുന്ന എന്താണോ പറയുന്നത് കണ്ടീഷൻ അതിൽ വെച്ചിട്ട് അതിൻ്റെ കോളംസ് ആണ് ഈ ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നേരത്തെ അതേ ടേബിൾ തന്നെയാണ്, ഐറ്റം നമ്പർ, നെയിം, പ്രൈസ് തന്നെയാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് പൈ എന്ന് പറയുന്ന സിമ്പിളാണ് പ്രൊജക്റ്റ് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പൈ ഐറ്റം നമ്പർ പ്രൈസ് ഫ്രം ഐറ്റംസ് എന്നാണ്. അപ്പോൾ ഇതിൽ ഐറ്റം നമ്പറും പ്രൈസും മാത്രം കോളം മാത്രം സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഐറ്റം നമ്പർ സെലക്ട് ചെയ്തു, പ്രൈസ് സെലക്ട് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്തായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് വരുന്നത് എങ്ങനെയാണ്? ഐറ്റം നമ്പറും പ്രൈസും കോളായിട്ടുള്ള ഒരു ടേബിളാണ് ഡിസ്പ്ലേ ചെയ്യുക. ഇതാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പൈ ഐറ്റം നമ്പർ പ്രൈസ് ഫ്രം ഐറ്റംസ്. ഇനി മൂന്നാമത്തെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷനാണ്. ഇതിൽ ചെയ്യുന്നത് ആൾ ടപ്പിൾസ് ഓഫ് ഫസ്റ്റ് റിലേഷൻ ആർ കോൺകാറ്റിനേറ്റഡ് ടു ഓൾ ടപ്പിൾസ് ഓഫ് സെക്കൻഡ് റിലേഷൻ. അങ്ങനെ ഒരു പുതിയൊരു ടേബിളിലേക്ക് എത്തും. അപ്പോൾ 2 ടേബിൾ ഇവിടെ ആവശ്യമുണ്ട്. ഈ 2 ടേബിൾ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിൾ, ഒന്ന് എക്സാം എന്ന് പറഞ്ഞ ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 പേര് കൊടുത്തിട്ടുണ്ട്, 2 സബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഇൻറ്റു എക്സാം. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ക്രോസ് ഇൻറ്റു എന്നുള്ള മാർക്കാണ്. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യുക എങ്ങനെയാണ്? ഒന്നാമത്തെ വ്യക്തി ആരാന്ന് വെച്ചാൽ അരുൺ അല്ലേ. അപ്പോൾ അത് ഒന്നാമത്തെ ടേബിളിൽ ഒന്നാമത്തെ റോ എടുക്കും. അതുപോലെ രണ്ടാമത്തെ ടേബിളിൽ 2 റോയും എടുക്കും. അങ്ങനെ 2 ഡാറ്റ വരും. അങ്ങനെ രണ്ടാമത്തെ എടുക്കും, മൂന്നാമത്തതും എടുക്കും. അങ്ങനെ ടോട്ടൽ വരിക ഒന്നാമത്തെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന 3 റോയും എക്സാമിലെ 2 റോയും. അങ്ങനെ 3 × 2 6 ടോട്ടൽ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 6 റോ ആയിട്ടുണ്ടാവും. ഇതിനാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നാലാമത്തതാണ് യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് എ തേർഡ് റിലേഷൻ ദാറ്റ് കണ്ടെയ്ൻസ് എ ടപ്പിൾസ് ഫ്രം ബോത്ത് ഓപ്പറൻറ്റ് റിലേഷൻ ഇസ് ഡിനോട്ടഡ് ബൈ യു. യൂണിയൻ എന്ന് പറഞ്ഞത് 2 ടേബിൾ ഉണ്ടെങ്കിൽ ആ 2 ടേബിളിലെയും എന്തൊക്കെ റോസ് ഉണ്ടോ അത് മൊത്തം കമ്പൈൻ ചെയ്യും. അപ്പോൾ അതിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കും. അപ്പോൾ ഇതിൽ അനൂപ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഒരു പ്രാവശ്യം മാത്രം കാണിക്കും. ഇതാണ് ഡ്രാമ, യൂണിയൻ, സോങ് എന്ന് പറയുന്ന ടേബിൾ. ഇനി 5ാമത്തെ ഓപ്പറേഷനാണ് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഫൈൻഡ്സ് ടപ്പിൾസ് ദാറ്റ് ആർ ഇൻ വൺ റിലേഷൻ ബട്ട് നോട്ട് ഇൻ അനദർ. സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടേബിളിൽ ഒരു ടേബിൾ 2 ടേബിൾ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ടേബിളിൽ നിന്ന് ഉള്ളതെടുക്കും, രണ്ടാമത്തെ ടേബിളിൽ ഒഴിവാക്കും. അതാണ് സെറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞത്. ഏത് ടേബിളാണ് ആദ്യം പറയുന്നത് അതാണ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡ്രാമ മൈനസ് സോങ് എന്ന് പറഞ്ഞാൽ ഡ്രാമയിലുള്ളത് എടുക്കും, സോങ്ങിൽ ഒഴിവാക്കും. 6ാമത്തതാണ് സെറ്റ് ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിൽ 2 ടേബിളിൽ കോമൺ ആയിട്ടുള്ളതാണ് എടുക്കുക. 2 ടേബിൾ ഉണ്ടെങ്കിൽ ആ 2 ടേബിളിൽ എന്താണോ കോമൺ ആയിട്ടുള്ള റോ അത് എടുക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ ഡ്രാമ എന്ന് പറയുന്ന സോങ് എന്ന് പറഞ്ഞാൽ സെയിം ടേബിൾ തന്നെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡ്രാമ ഇൻ്റർസെക്ഷൻ സോങ്. ഇപ്പോൾ 2ൽ കോമൺ ആയിട്ടുള്ളത് 22, അനൂപ് 17 എന്നാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യും. അങ്ങനെ അതായിരിക്കും ലാസ്റ്റ് ആൻസർ ഉണ്ടാവുക. ഇതാണ് സെറ്റ് ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.